ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംലാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്വീറ്റാണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ജെലി കസ്റ്റാർഡ് ഫുഡിങ്, സ്ട്രോബെറി ജെലി കസ്റ്റാർഡ് ഫുഡിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതേമാതിരി ഒരു ചെറിയ ബോക്സ് ഓഫർ ഇട്ടേക്കുന്ന വാങ്ങിയതാണ് സ്ട്രോബെറി. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ജെലിയാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, സ്ട്രോബെറിയുടെ ജെലി പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പം വളരെ സാധനത്തിൻ്റെ ചിലവൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് നമുക്ക് റംലാനായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കണം എങ്ങനെയെന്നൊന്ന് നോക്കിയാലോ. വീഡിയോ ഒന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തുകൊണ്ട് വരാം മക്കളെ. ഇതൊന്ന് ഞാൻ വാഷ് ചെയ്തുകൊണ്ട് വരട്ടെ. ഞാനിത് വാഷ് ചെയ്തുകൊണ്ട് വന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. സ്ട്രോബെറിയാണ്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് നമുക്ക് ക്ലാസ്സിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് തന്നെ നമ്മൾ സ്ട്രോബെറി ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ തന്നെ അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രോബെറി വിത്ത് കസ്റ്റാർഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ള സീറ്റിൻ്റെ ഈ സ്ട്രോബെറി കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പാക്കറ്റ് സ്ട്രോബെറിയുടെ ജെലി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, സ്ട്രോബെറിയുടെ ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചത്, അതിൽ നിന്നാണ് പൊട്ടിച്ചെടുത്തത്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിനകത്തോട്ട് നമുക്ക് ഈ സ്ട്രോബെറിയുടെ ജെലി പൊട്ടിച്ച് ഞാൻ ഇടുന്നുണ്ട്. അപ്പം 2 കപ്പ് ഹോട്ട് വാട്ടറും കൂടെ ചേർക്കണം. അപ്പം നിങ്ങൾ നോക്കിക്കോളി, ഞാൻ ഇതിനകത്തോട്ട് 2 കപ്പ് 2 ഗ്ലാസ് ഞാൻ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, 2 ഗ്ലാസ് ചൂടുവെള്ളവും 2 ഗ്ലാസ് അതേപോലെ 2 ഗ്ലാസ് കൂൾ വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. 2 കണ്ടല്ലോ, ഒന്നിന് ഒന്ന് വെച്ച് എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് നല്ല ക്ലിയർ, നല്ല ജെലി ആയിട്ട് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ സ്ട്രോബെറിയുടെ എസൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു 5 തുള്ളി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, ഒരു 5 തുള്ളി. എന്തിനാണ്? നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു 5 തുള്ളി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു കപ്പായാലും ഒരു ഗ്ലാസ് ആയാലും ചെറിയ ഗ്ലാസ് ഓവർ വലുതാവരുത്. ഒരു മിനിമം നമ്മൾ എടുക്കുന്ന ഈ ഗ്ലാസ്സിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. എന്താ, ഈ കപ്പിനാണ് എടുക്കുകയെങ്കിൽ 1 കപ്പ് ചൂടുവെള്ളം, 1 കപ്പ് തണുത്ത വെള്ളം, അങ്ങനെയാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടിയുള്ളത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, നമ്മൾ ആക്കി വെച്ചാൽ അതിനകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കസ്റ്റാർഡ് വരണ്ടിയുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് ഞാൻ ഉണ്ടാക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് വിട്ടുപോയി പറയാം. ഇത് ഫ്രിഡ്ജിനകത്തോട്ട് ഞാൻ കൊണ്ടുവച്ച് തണുപ്പിക്കാൻ പോവുകയാണ്. ഇത് തണുത്തതിന് ശേഷം മാത്രമേ കസ്റ്റാർഡ് കാച്ചി ഇതിനകത്തോട്ട് ഒഴിക്കത്തുള്ളൂ കേട്ടോ. നമ്മളുണ്ടാക്കിയ സ്ട്രോബെറി ജെല്ലിയുടെ മുകളിൽ ഒഴിക്കാൻ നമുക്ക് കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം. കസ്റ്റാർഡ് ഉണ്ടാക്കണം. കസ്റ്റാർഡ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്തോട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. 2ാമത്തെ ലെയറാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പാൽ ഒഴിക്കാം. നമുക്ക് പാലെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ്. കണ്ടോ, 1 ലിറ്റർ പാല്, 1 കപ്പ് നീഡോ പൗഡർ, 250 ml കപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ് ഒഴിക്കുന്നത്. പഞ്ചസാര അല്ല ഇടുന്നത്, കണ്ടൻസ് മിൽക്കാണ്. ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. നോക്കിക്ക്, ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇളക്കി കട്ടെല്ലാം പോയതിന് ശേഷം മാത്രമേ തീ ഓണാക്കാവൂ. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് കണ്ടൻസ് മിൽക്കാണ്. ഇതുപോലത്തെ ഒരു ടിന്നാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. പഞ്ചസാര അല്ല ഞാൻ ഇടുന്നത്, കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാൽ കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കണ്ടൻസ് മിൽക്കാണ് എപ്പോഴും നല്ലത്. നമുക്ക് മധുരമൊക്കെ ഇതിൽ തന്നെ നമുക്ക് നോക്കി കൊടുക്കണം. മധുരമൊക്കെ നോക്കിയിട്ട് മധുരമൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണം, നിങ്ങളെ ഇഷ്ടമാണ്. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് മധുരം കുറച്ച് മതി. ഇവിടെ കുറുവി കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ നിങ്ങളിത്. ഞാനിത് കാണിച്ചു തരാം, കോരി കാണിച്ചു തരാം. ഇതേപോലെ ആയി കിട്ടണം. ഓവർ വെള്ളം ആവരുത്, ഓവർ ടൈറ്റും ആവരുത്. കണ്ടല്ലോ നിങ്ങൾ. ഇതുപോലെ ആകുമ്പോൾ ഇത് കുറച്ച് തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. നല്ല സോഫ്റ്റ് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ തീ ഓഫാക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടല്ലോ കസ്റ്റാർഡ്. ഞാൻ തീ ഓഫാക്കട്ടെ. ഞാൻ തീ ഓഫാക്കി നമുക്ക് പുറത്തെടുക്കാം. ഞാൻ തീ ഓഫാക്കി പുറത്തെടുത്ത് കുറച്ച് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിലോട്ട് നമ്മൾ കാച്ചിയ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ കപ്പിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. അടുത്തത് നമ്മൾ നേരത്തെ സ്ട്രോബെറിയും ജെല്ലിയും കൂടെ കാച്ചി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നല്ലോ, അതാണിത്. അത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം.
ഇതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, നിങ്ങൾ നിറച്ചൊഴിക്കരുത്, പകുതി ഒഴിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. നമുക്ക് എല്ലാത്തിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. കണ്ടല്ലോ മക്കളെ, ഞാൻ എല്ലാം അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് കൂള് മാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് തണുപ്പിക്കാനായിട്ട് വെക്കാം. കണ്ടല്ലോ, നമ്മളുണ്ടാക്കിയ സ്വീറ്റുകൾ കണ്ടല്ലോ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അതാ സ്ട്രോബെറി കട്ട് ചെയ്ത് നമുക്ക് അതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. സ്ട്രോബെറി നമുക്ക് കട്ട് ചെയ്ത് അതിലോട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അതാ ഒരേ സ്ട്രോബെറി ഇതിനകത്തോട്ട് ഇങ്ങനെ നമുക്ക് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഇലയോടെ വെച്ചാലും കുറച്ച് ഡിസൈൻ കിട്ടും കേട്ടോ. കണ്ട ഇതേപോലെ കണ്ടല്ലോ, ഇതുപോലെ അങ്ങോട്ട് വെച്ചു. മക്കളെ കണ്ടോക്കിക്കാണെങ്കിൽ റംദാൻ സ്പെഷ്യൽ സ്വീറ്റാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.